ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലിയോപോൾഡ് സെർദാർ സെൻഗോർ എഴുതിയ ബ്ലാക്ക് വുമൺ എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പം നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് ലിയോപോൾഡ് സെർദാർ സെൻഗോറിനെ പറ്റി. ഇദ്ദേഹം ജനിക്കുന്നത് ഒക്ടോബർ 9, 1906 മരണപ്പെടുന്നത് ഡിസംബർ 20, 2001. അതായത് ഇദ്ദേഹത്തിന് 95-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹം സെനഗൽ കവിയും രാഷ്ട്രീയക്കാരനും സാംസ്കാരിക സൈദ്ധാന്തികനുമായിരുന്നു. ആഫ്രിക്കൻ സോഷ്യലിസ്റ്റായ സെൻഗോർ നെഗ്രിറ്റ്യൂഡിൻ്റെ പ്രധാന സൈദ്ധാന്തികരിൽ ഒരാളായിരുന്നു. ഫ്രഞ്ച് ആഫ്രിക്കൻ ബന്ധങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ ആഫ്രിക്കൻ സംസ്കാരം, കറുത്ത വ്യക്തിത്വം, ആഫ്രിക്കൻ ശാക്തീകരണം എന്നിവയുടെ വക്താവായിരുന്നു ഇദ്ദേഹം. ഫ്രാൻസിൻ്റെ ആഫ്രിക്കൻ പ്രദേശങ്ങൾക്കുള്ള സമ്പൂർണ്ണ പൗരരാഷ്ട്രീയ അവകാശങ്ങളുടെ വിപുലീകരണത്തിനായി അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. അതേസമയം ഫ്രഞ്ച് ആഫ്രിക്കക്കാർക്ക് സ്വതന്ത്ര ദേശീയ രാഷ്ട്രങ്ങളേക്കാൾ ഫെഡറൽ ഫ്രഞ്ച് ഘടനയിൽ മികച്ചതായിരിക്കുമെന്ന് അദ്ദേഹം വാദിച്ചു. സ്വതന്ത്ര സെനഗലിൻ്റെ ആദ്യ പ്രസിഡന്റായി സെൻഗോർ. 1948 സെനഗലീസ് ഡെമോക്രാറ്റിക് ബ്ലോക്ക് പാർട്ടിയുടെ സ്ഥാപകനായിരുന്നു സെൻഗോർ. ഫ്രാൻസ് അക്കാദമി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ആഫ്രിക്കക്കാരനും 1985 ഇറ്റലിയിലെ ഇന്റർനാഷണൽ നോനിനോ പ്രൈസ് നേടിയ ആളും ഇദ്ദേഹമാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഫ്രിക്കൻ ബുദ്ധിജീവികളിൽ ഒരാളായാണ് ഇദ്ദേഹത്തെ പലരും കണക്കാക്കുന്നത്. ഇനി പോയത്തിലേക്ക് വരാം. ബ്ലാക്ക് വുമൺ. ഈ പോയം പബ്ലിഷ് ചെയ്തത് 1945. ദ പോം ഈസ് റിട്ടൺ ഫ്രം ദ ഫസ്റ്റ് പേഴ്സൺ പെർസെപ്റ്റീവ്. ഫസ്റ്റ് പേഴ്സൺ പെർസെപ്റ്റീവിലാണ് ഈ പോയം എഴുതിയേക്കുന്നത്. പിന്നെ ഫ്രീ വേർഡ്സ് ആണ്, അതായത് റൈം സ്കീം ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ആദ്യ സ്റ്റാൻസ നോക്കാം. നേക്കഡ് വുമൺ, ബ്ലാക്ക് വുമൺ. ആദ്യ സ്റ്റാൻസയിൽ ആകെ ഒരു ലൈന് മാത്രമാണുള്ളത്. നെയ്ക്കഡ് വുമൺ എന്ന് പറഞ്ഞാൽ വസ്ത്രമൊന്നും ധരിക്കാത്ത നഗ്നയായ സ്ത്രീ. ഇവിടെ പോയിറ്റ് തൻ്റെ ലവറായിട്ടാണ് ആ ഒരു ഭൂമിയെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നേക്കഡ് വുമൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് ബ്ലാക്ക് വുമൺ എന്നാണ്, കറുത്ത സ്ത്രീ. നഗ്നയായ സ്ത്രീ, കറുത്ത സ്ത്രീ. ഭൂമിയുടെ വസ്ത്രം എന്താണ്? അതിൻ്റെ കളർ തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ നിറം എന്താണ്? ബ്ലാക്ക് ആണ്. നേക്കഡ് വുമൺ, ബ്ലാക്ക് വുമൺ. നഗ്നയായ സ്ത്രീ, കറുത്ത സ്ത്രീ. ക്ലോത്തഡ് വിത്ത് യുവർ കളർ വിച്ച് ഈസ് ലൈഫ്, വിത്ത് യുവർ ഫോം വിച്ച് ഈസ് ബ്യൂട്ടി. ബ്ലാക്ക് വുമൺ വസ്ത്രം ധരിച്ചിരിക്കുന്നത് അവളുടെ നിറം കൊണ്ടാണ്. അവളുടെ ആ ഒരു കറുപ്പ് കളർ കൊണ്ടാണ് ബ്ലാക്ക് വുമൺ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. നിൻ്റെ ഫോം കൊണ്ട്, ഫോം എന്ന് പറഞ്ഞാൽ നിൻ്റെ രൂപം, സ്ട്രക്ചർ കൊണ്ട് നീ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. നിൻ്റെ രൂപം തന്നെയാണ് നിൻ്റെ സൗന്ദര്യവും, അല്ലേ? നീ എന്താണ്, നിൻ്റെ കളറ് കറുപ്പാണ്, നീ അത് വസ്ത്രം ധരിച്ചിരിക്കുന്നുണ്ട്. നിൻ്റെ ഫോം കൊണ്ട്, നിൻ്റെ രൂപം കൊണ്ട് നീ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്താണ്, നിൻ്റെ രൂപം എന്താണ്? നിൻ്റെ സൗന്ദര്യമാണ്. ഇൻ യുവർ ഷാഡോ ഐ ഹാവ് ഗ്രോൺ അപ്പ്, ദ ജെന്റിൽനെസ് ഓഫ് യുവർ ഹാൻഡ്സ് വാസ് ലെയ്ഡ് ഓവർ മൈ ഐസ്. നിൻ്റെ ഷാഡോയിലാണ് ഞാൻ എന്ത് ചെയ്തത്? ഗ്രോൺ ചെയ്തത്, വളർന്നത്. ഇവിടെ നീ എന്ന് ഉദ്ദേശിക്കുന്നത് ആഫ്രിക്കയാണ്. അത് നമുക്ക് വരുന്ന വരികളിൽ നിന്നും മനസ്സിലാകും. അവളുടെ മൃദുലമായ കൈകൾ, അതായത് ആഫ്രിക്കയുടെ മൃദുലമായ കൈകൾ അവൻ്റെ കണ്ണുകൾക്ക്, പോയറ്റിൻ്റെ കണ്ണുകൾക്ക് മുകളിൽ വെച്ചത് പോയറ്റ് ഓർക്കുന്നു എന്നാണ് പറയുന്നത്. ആഫ്രിക്കയ്ക്ക് ഇവിടെ ഒരു മാതൃവേഷമാണ് കവി നൽകിയിരിക്കുന്നത്. ആൻഡ് നൗ ഹൈ അപ്പ് ഓൺ ദ സൺ ബേക്ക്ഡ് പാസ്, അറ്റ് ദ ഹാർട്ട് ഓഫ് സമ്മർ, അറ്റ് ദി ഹാർട്ട് ഓഫ് നൂൺ, I come upon you, my promised land, and your beauty strikes me to the heart like the flash of an eagle. ഇപ്പോൾ സൂര്യൻ്റെ ചൂടേറ്റ് വെന്ത് പോയ ഈ ഉയരത്തിൽ, സമ്മറിൻ്റെ മധ്യത്തിൽ, ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മധ്യത്തിൽ, സമ്മറിൻ്റെ മധ്യത്തിൽ, നട്ടുച്ചയ്ക്ക് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. എൻ്റെ പ്രോമിസ്ഡ് ലാൻഡ്. പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയെ ഞാൻ എന്താണ് വന്നിരിക്കുന്നു, അല്ലേ? ഈ നട്ടുച്ചയ്ക്ക് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി, അല്ലേ? എൻ്റെ ഹൃദയത്തിൽ
നിൻ്റെ ആ ബ്യൂട്ടി എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്തു. എന്തുപോലെ? ഒരു പരുന്തിൻ്റെ മിന്നൽ കാഴ്ച പോലെ. പരുന്ത് വേഗത്തിൽ പറന്നു പോകും, അല്ല ഒരു മിന്നൽ കാഴ്ച പോലെ ഉണ്ടാവുക. അതുപോലെ നിൻ്റെ സൗന്ദര്യം എന്ത് ചെയ്തു? എൻ്റെ ഹാർട്ടിൽ, എൻ്റെ ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്തു. നേക്കഡ് വുമൺ, ഡാർക്ക് വുമൺ. ഫസ്റ്റ് സ്റ്റാൻസയിലെ ലൈൻസിലുള്ള ചെറിയൊരു മാറ്റം വരുത്തി ഈ ലൈനിൽ. നേക്കഡ് വുമൺ, ഇവിടെ ബ്ലാക്ക് വുമണിന് പകരം ഡാർക്ക് വുമൺ. ഇതൊക്കെ കളറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡാർക്ക് വുമൺ എന്ന് പറഞ്ഞാൽ ഇരുണ്ട നിറമുള്ള സ്ത്രീ. ഫേം ഫ്ലഷഡ് ripe fruit, somber raptures of black wine, mouth making lyrical my mouth. 7 hours stretching to clear horizons, 7 hours shuddering beneath the east wind's eager caresses. ഫേം ഫ്ലഷഡ് ripe fruit. ഉറച്ച മാംസമായ പഴുത്ത പഴമാണ് നീ. കറുത്ത വീഞ്ഞിൻ്റെ ശാന്തമായ ആഹ്ലാദങ്ങൾ. സോംബർ റാപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ശാന്തമായ ആഹ്ലാദങ്ങൾ. എൻ്റെ വായിക്ക്, എൻ്റെ മൗത്തിന് താളം നൽകുന്നവളാണ് നീ. ഇതിനർത്ഥം നീയാണ് എന്നെക്കൊണ്ട് പോയംസൊക്കെ എന്ത് ചെയ്യിക്കുന്നത്? എഴുതിക്കുന്നത്. സെവന്നാഹ് എന്ന് പറഞ്ഞാൽ പുൽപ്രദേശം. പരന്ന് കിടക്കുന്ന പുൽപ്രദേശമാകുന്നു നീ. പുൽപ്രദേശം തെളിഞ്ഞ ചക്രവാളത്തിലേക്കാണ് നീണ്ടു കിടക്കുന്നത്. 7 hours സ്ട്രെച്ചിങ് ടു ക്ലിയർ ഹൊറിസോൺസ്. പുൽപ്രദേശം തെളിഞ്ഞ ചക്രവാളത്തിലേക്ക് പരന്ന് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഷഡറിങ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നു. ഈസ്റ്റ് വിൻഡിൻ്റെ ലാളനങ്ങൾ ഏറ്റ് വിറച്ചുകൊണ്ടിരിക്കുന്ന പുൽപ്രദേശമാകുന്നു നീ. നീ എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. കാർവ് ടോം ടോം, ടോട്ട് ടോം ടോം, മട്ടറിങ് അണ്ടർ ദി കോൺകറേഴ്സ് ഫിംഗേഴ്സ്. ടോം ടോം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കൊട്ടി ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരു ചെണ്ട പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്. നീ ടോം ടോം ആകുന്നു. ആഫ്രിക്കയോട് പറയുകയാണ്, നീ എന്താകുന്നു? ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ടോം ടോം ആകുന്നു. അത് കൈകൊട്ടിക്കൊണ്ടിരിക്കുന്നത് നിൻ്റെ കോൺകററാണ്. നിന്നെ കോൺകറർ ചെയ്ത ആളാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വിരലുകൾ ആരുടേതാണ്? കോൺകർ ചെയ്ത ആൾക്കാരുടേതാണ്. ആഫ്രിക്കയെ കോൺകർ ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അവരാണ് നിന്നെ എന്ത് ചെയ്യുന്നത്? നിന്നെ ഒരു ഉപകരണമാക്കി അതിൽ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, കോൺകറേഴ്സ്. യുവർ സോൾ ആൻഡ് കൺട്രാലിറ്റോ വോയിസ് ഈസ് ദ സ്പിരിച്വൽ സോങ് ഓഫ് ദി ബിലൗഡ്. നിങ്ങളുടെ ഗാംഭീര്യമുള്ള ശബ്ദമാണ്. ബിലൗഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പീപ്പിളിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഗാംഭീര്യമുള്ള ശബ്ദമാണ് പ്രിയപ്പെട്ടവരുടെ സ്പിരിച്വൽ സോങ്, ആത്മീയ ഗാനം. നേക്കഡ് വുമൺ, ഡാർക്ക് വുമൺ. പിന്നെയും പറയാണ്, നഗ്നമായ സ്ത്രീ, ഇരുണ്ട സ്ത്രീ. ഇവിടെയൊക്കെ കളറിനെയാണ് പറയുന്നത്. അവരുടെ ആ ഒരു ബ്ലാക്ക് കളറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓയിൽ ദാറ്റ് നോ ബ്രീത്ത് റഫിൾസ്, കാം ഓയിൽ ഓൺ ദി അത്ലറ്റ്സ് ഫ്ലാങ്സ്, ഓൺ ദ ഫ്ലാങ്സ് ഓഫ് ദ പ്രിൻസസ് ഓഫ് മാലി, ഗസൽ ലിംബഡ് ഇൻ പാരഡൈസ്, പേൾസ് ആർ സ്റ്റാർസ് ഓൺ ദി നൈറ്റ് ഓഫ് യുവർ സ്കിൻ. ആഫ്രിക്കയിലെ ലേഡീസിൻ്റെ സ്കിന്ന് ഓയിലിയാണ്. അത് കമ്പയർ ചെയ്തിരിക്കുന്നത് മാലിയിലെ പ്രിൻസസുമായിട്ടാണ്. അവിടെ അത്ലറ്റ്സിൽ ഓടിക്കളിച്ച് കഴിഞ്ഞാൽ സ്വെറ്റൊക്കെ ആയിട്ട് ബോഡി എന്താവും? ഓയിലി ആവും. അതുപോലെ ഓയിലിയാണ് നിൻ്റെ സ്കിന്ന് എന്നാണ് പോയിറ്റ് പറയുന്നത്. ഇവിടെ ആഫ്രിക്കയുടെ സ്മൂത്തായിട്ടുള്ള ചർമ്മമാണെന്നും സൗന്ദര്യം അൺബ്ലെമിഷ്ഡ് ആണെന്നാണ് പറയുന്നത്. അതായത് കളങ്കമില്ലാത്ത സൗന്ദര്യം, അല്ലെ? സ്മൂത്തായ സ്കിന്നാണ്, കളങ്കമില്ലാത്ത സൗന്ദര്യമാണ് ആർക്കുള്ളത്? ആഫ്രിക്കയ്ക്ക് ഉള്ളത്. നിൻ്റെ ശരീരത്തിലുള്ള പേൾസ്, അതായത് മുത്തുകൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ പോലെ തിളങ്ങിയാണ് നിൽക്കുന്നത് എന്നുകൂടി ഈ സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നുണ്ട്. ഡിലൈറ്റ്സ് ഓഫ് ദ മൈൻഡ്, ദി ഗ്ലിൻറ്റിംഗ് ഓഫ് റെഡ് ഗോൾഡ് എഗെയിൻസ്റ്റ് യുവർ വാട്ടേഡ് സ്കിൻ. ആഫ്രിക്കൻ വുമണിൻ്റെ ആ ഒരു സൗന്ദര്യത്തിൽ പോയിട്ട് മയങ്ങിപ്പോയിരിക്കുന്നു. അവളുടെ ക്ലിയർ സ്കിന്നിനെ, മിനിസമാർന്ന ആ ഒരു ചർമ്മത്തെ മിനുക്കിയെടുത്ത റെഡ് ഗോൾഡ് ആയിട്ടാണ് പോയിറ്റ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്, അല്ലേ? അവരുടെ കളർ എന്താണ്? ഒരു റെഡ് ഗോൾഡ് അടിക്കുന്ന പോലത്തെ ഒരു ബ്ലാക്ക് കളറാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ഒരു കളറിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? റെഡ് ഗോൾഡും ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അണ്ടർ ദ ഷാഡോ ഓഫ് യുവർ ഹെയർ മൈ കെയർ ഈസ് ലൈറ്റൻഡ് ബൈ ദി നെയ്ബറിംഗ് സൺസ് ഓഫ് യുവർ ഐസ്.
അതായത് ഞാൻ നിൻ്റെ തോളിൽ ചാരിക്കിടക്കുന്ന സമയത്ത് നിൻ്റെ മുടിയിഴകൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ മുഖത്ത് നിഴലായിട്ട് വന്ന് കിടക്കുന്നുണ്ട്, ഷാഡോ ആയിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ നിൻ്റെ കണ്ണുകൾ എന്താണ്, സൂര്യനെ പോലെ തിളങ്ങിയാണ് നിൽക്കുന്നത്. അത്രയും ആ ഒരു പ്രകാശം എന്തുണ്ട്, നിൻ്റെ കണ്ണുകൾക്ക് ഉണ്ട്. നേക്കഡ് വുമൺ, ബ്ലാക്ക് വുമൺ, ഐ സിങ് യുവർ ബ്യൂട്ടി ദാറ്റ് പാസസ്, ദ ഫോം ദാറ്റ് ഐ ഫിക്സ് ഇൻ ദി ഇറ്റേണൽ. നഗ്നയായ സ്ത്രീ, കറുത്ത സ്ത്രീ. എൻ്റെ കവിതകളിൽ ആഫ്രിക്കൻ സ്ത്രീയുടെ ബ്യൂട്ടി എന്നും നിലനിർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയറ്റ് ഒരു ഫിലോസഫിക്കൽ നോട്ടിലൂടെയാണ് തൻ്റെ പോയം അവസാനിപ്പിക്കുന്നത്. മരണമില്ലാത്ത ജീവിതത്തിൽ ഞാൻ നിൻ്റെ ഫോം, രൂപം സ്ഥാപിക്കുകയാണ്. ഏതിലൂടെ? എൻ്റെ കവിതയിലൂടെ. നിൻ്റെ ആ ഫോമിന്, നിൻ്റെ ആ രൂപത്തിന് ഒരിക്കലും മരണമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പോയറ്റ് എന്ത് ചെയ്യുന്നത്, ആഫ്രിക്കയുടെ നഷ്ടപ്പെട്ടു പോകുന്ന സൗന്ദര്യത്തെ കവിതകളിലൂടെ എഴുതി വയ്ക്കുന്നത്. കവിതകൾക്ക് ഒരിക്കലും മരണമില്ല. ബിഫോർ ജലസ് ഫെയ്റ്റ് ടേൺ യു ടു ആഷസ് ടു ഫീഡ് ദ റൂട്ട്സ് ഓഫ് ലൈഫ്. നിന്നോട് ജലസായിട്ടുള്ള, അസൂയയുള്ള വിധി നിന്നെ ചാരമാക്കി മാറ്റുന്നതിന് മുന്നേ ഞാൻ നിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് കവിത എഴുതി വയ്ക്കുകയാണ്. ആഫ്രിക്ക ബ്രിട്ടീഷുകാർ ഇപ്പോഴും കോൺകർ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അവരെ കയ്യിലുള്ള ടോം ടോം എന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇപ്പോൾ ആഫ്രിക്ക. അവർ നിന്നെയും നിൻ്റെ സൗന്ദര്യത്തെയും ഇല്ലാതാക്കുന്നതിന് മുൻപ് എനിക്ക് എന്തു വേണം? എൻ്റെ കവിതയിലൂടെ അത് എഴുതി വെക്കണം. എന്നിട്ട് എന്താണ്, എൻ്റെ കവിതയിലൂടെ ആഫ്രിക്കയ്ക്ക് മരണമില്ലാതെ ആക്കണമെന്നാണ് കവി പറയുന്നത്.